സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം മുതിർന്നു. ആ നോട്ടീസിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടത്താൻ സർക്കാർ സന്നദ്ധമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിലും സഭയ്ക്ക് മുൻപിലും കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിനെ സംസ്ഥാന സർക്കാർ കാണുന്നത്. അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപ് പറയുകയും ചെയ്തത്. മുഖ്യമന്ത്രി ഈ അടിയന്തര പ്രമേയ നോട്ടീസിനെ കുറിച്ച് സ്പീക്കർ സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ വിഷയം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അടിയന്തര പ്രമേയ വിഷയമായി കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നു. കേന്ദ്ര സർക്കാർ അവഗണന ധനപ്രതിസന്ധിക്കുള്ള കാരണങ്ങളിലൊന്ന്, അതുമാത്രമല്ല മറ്റ് കാരണങ്ങളും ചർച്ച ചെയ്യണമല്ലോ. പാർലമെന്റിലടക്കം ഇതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 1 മണിക്ക് ചർച്ച ആരംഭിക്കും. 2 മണിക്കൂറായിരിക്കും ഈ ചർച്ച നടക്കുക. 15ാം കേരള നിയമസഭയിലെ 7ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയായി ഇത് മാറുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ കേന്ദ്ര അവഗണന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു അടക്കമുള്ള വിഷയങ്ങൾ അത് പ്രധാനമായും ഉന്നയിക്കും. മാത്രമല്ല പ്രതിപക്ഷത്തെ അടക്കം അടിക്കാനുള്ള ഒരു വടിയായി കൂടി സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നുണ്ട്. കാരണം ഈ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്, ജനങ്ങളുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വേണോ ഷഫീദ്, പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന രൂപത്തിലായോ? ഒരുപക്ഷെ നമുക്ക് അങ്ങനെ കൂടി വിലയിരുത്താം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു മെറിറ്റായി സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തന്നെ, പ്രത്യേകിച്ച് ചോദ്യോത്തര വേളയിൽ ധനമന്ത്രി പല വിഷയങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ മറുപടി പറഞ്ഞതാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ചില രാഷ്ട്രീയ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയം മുൻപ് ചോദ്യോത്തര വേളയിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നികുതി വരുമാനം കൃത്യമായി ലഭിക്കാത്തത്, മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണം, കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതായിരിക്കും പ്രധാനമായും സംസ്ഥാന സർക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. അതേസമയം പ്രതിപക്ഷമാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കും. അതിനുമപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ നടത്തുന്ന ചില നീക്കങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്മാനേജ്മെന്റുകൾ, സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള ദൂർത്ത്, അതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ പ്രതിസന്ധിക്ക് കാരണമായെന്ന് പ്രതിപക്ഷവും തിരിച്ചടിക്കും. അങ്ങനെ കൊടുത്തും അടിച്ചും തിരിച്ചടിച്ചുമുള്ള ഒരു പ്രതികരണവും അതേപോലെ തന്നെ വിശദീകരണവുമായിരിക്കും 1 മണിക്ക് ഇന്ന് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും നടക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം വിമർശനം ഏത് ഘട്ടത്തിൽ ഏത് രീതിയിൽ വരെ പോകുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഒടുവിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആയുധം, ഡൽഹിയിൽ 8ാം തീയതി നടക്കാൻ പോകുന്ന സമരത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അതെന്താകും, പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തെ എങ്ങനെ പ്രതിപക്ഷം സഹായിക്കും, അതോ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് സമാനമാണോ പ്രതിപക്ഷ നിലപാട് എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചോദ്യോത്തര വേളയിൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ പ്രതികരണം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ പ്രക്ഷോഭം സമ്മേളനമാക്കി മാറ്റി. ED വന്നതോടുകൂടിയാണ് പ്രക്ഷോഭം സമ്മേളനമാക്കിയത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെയാണ് സർക്കാരെന്നും അനാവശ്യ ദൂർത്താണ് സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ ചോദ്യോത്തര വേളയിൽ തന്നെ രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഡൽഹി സമരത്തിൽ UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് ഈ അടിയന്തര പ്രമേയം ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ രണ്ടുപേരുടെയും വശങ്ങൾ, ഇരുവശത്തു നിന്നുള്ള പ്രതികരണം ആ രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് വരികയാണ്, സംസ്ഥാന ബജറ്റ് വരുന്നു. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിന്മേൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് സർക്കാർ ഇപ്പോൾ നിലപാട് സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വേണു ഷഫീദ്, കഴിഞ്ഞ ദിവസം തന്നെ KN ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു ചിദംബരം ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, കേരളം എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കും, കേന്ദ്രത്തിന്റെ സമീപനം ഈ വിധത്തിലായാൽ എന്ന്. അത് കോൺഗ്രസ് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാദഗതി തന്നെയല്ലേ? കൂടാതെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഖർഗെ ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലെ സമരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. സമരത്തിന് മുൻപൊരു സമ്മേളനം ഉണ്ടാകുമല്ലോ, അതിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇവിടെ നിഷേധാത്മക സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഖർഗെ വരാനിടയില്ല എന്നും. അപ്പോൾ പ്രതിപക്ഷത്തെ അടിക്കാനുള്ള വടി പ്രതിപക്ഷം തന്നെ നൽകിയൊരു സാഹചര്യവുമില്ലേ?
അങ്ങനെ കൂടി നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക നയം അത് സംസ്ഥാനങ്ങളെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. അങ്ങനെ വീർപ്പുമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകളെ എല്ലാം ഡൽഹിയിലെ സമരത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട്. അവരടക്കം അക്കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല ഖാർഗെ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ചില ശ്രമങ്ങളും നടത്തി. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് മാത്രം എന്താണ് കേന്ദ്രത്തെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം എന്നുള്ള കുറ്റപ്പെടുത്തൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല അല്പസമയം മുൻപ് എന്നെ നെല്ലിക്കുന്നതിന്റെ ഒരു ചോദ്യത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറഞ്ഞത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള പരാതി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഇക്കാര്യത്തിൽ വിലയിരുത്താൻ കഴിയുന്ന കാര്യം, പ്രതിപക്ഷം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും അത് ഭരണപക്ഷത്തിന് സർക്കാരിന് അവരെ അടിക്കാൻ തന്നെ അവർ വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടിയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. കാര്യം നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറഞ്ഞു, അത് ബജറ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവർത്തിച്ചു പറഞ്ഞു, കേന്ദ്ര വിഹിതം, കേന്ദ്ര കടമെടുപ്പ് പരിധിയിലെ കേന്ദ്രത്തിന്റെ നിയന്ത്രണം കേരളത്തിന് കിട്ടാനുള്ളത് പോലും കിട്ടുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വാദം ഉയർത്തുമ്പോൾ പ്രതിപക്ഷമാകട്ടെ അപ്പാടെ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ അപ്പാടെ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതടക്കമുള്ള വിഷയങ്ങൾ നിയമസഭാ തലത്തിൽ കൊണ്ടുവന്ന് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് വർഷങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് UDF സർക്കാരിനടക്കം ഉത്തരവാദിത്തമുള്ള വിഷയങ്ങൾ, അക്കാര്യത്തിലെ ചില നിലപാടുകൾ കൂടി ഇന്ന് സർക്കാരും മുഖ്യമന്ത്രിയും നിയമസഭയിൽ അവതരിപ്പിക്കും. അത് ജനങ്ങൾക്ക് മുൻപിൽ വെക്കുക ഒരു അവസരമായി സർക്കാർ കാണുന്നുമുണ്ട്. വേണോ ഷഫീദ്, ഈ പി കെ കുഞ്ഞാലിക്കുട്ടി 24 നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക നിലപാടിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് പ്രതിപക്ഷത്തെ കൂടി ചേർത്തുകൊണ്ട് ആലോചിക്കണമെന്ന്. മുഖ്യമന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായും ചർച്ച നടത്തുകയുണ്ടായി. അതിനുശേഷവും നിസ്സഹകരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് UDF എത്തിയത്. അപ്പോഴും പറഞ്ഞൊരു കാര്യം, തീയതി അടക്കം തീരുമാനിക്കുമ്പോൾ പ്രതിപക്ഷത്തെ അത് അറിയിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം സാങ്കേതിക കാര്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് നിസ്സഹകരണത്തിന്. ഇവിടെ ഇപ്പോൾ സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഐക്യത്തോടെ പ്രതിപക്ഷം കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് സ്വീകരിക്കുമോ, അതോ ലീഗിൻ്റേത് അയഞ്ഞ നിലപാടായിരിക്കുമോ? വേണു, അങ്ങനെ ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകും. മാത്രമല്ല ഈ വിഷയം, അതായത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയതാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാരുമായി ചർച്ച നടത്തിയപ്പോൾ അക്കാര്യം UDF-ൽ ചർച്ച ചെയ്തിട്ട് അറിയിക്കാമെന്നുള്ള നിലപാടായിരുന്നു. പിന്നീട് അത് വേണ്ട, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ഡൽഹിയിലെ സമരത്തിൽ ഐക്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള നിലപാടിൽ മാറ്റമുണ്ടാകാനൊന്നും വഴിയില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചൊരു അവസരമായി അതിനെ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു വേദി അതായിട്ടടക്കം നിയമസഭയിലെ ഇന്നത്തെ ചർച്ച മാറും. ഷഫീദ്, ശക്തമായി എന്തായാലും കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ എടുക്കാം. പക്ഷേ ലീഗിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നവരുടെ വിമർശനത്തിന് മൂർച്ച കൂടുമോ കുറയുമോ എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതിലെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ലോക്സഭയില് 18 മുഖ്യമന്ത്രി സംസാരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്ക്. കേന്ദ്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ അവിടെ ഇതുപോലൊരു പ്രമേയം കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും തയ്യാറായില്ല എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സർ, ഏതായാലും പ്രതിപക്ഷത്തിന് മറ്റ് കാരണങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് പറയാൻ. ഓർഡർ ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയാണ്. ചട്ടം 55 പ്രകാരം 1 മണിക്ക് തന്നെ ചർച്ച അനുവദിക്കുന്നതാണ്. 2 മണിക്കൂറാണ് ഇതിലേക്കായി നീക്കിവെക്കുന്നത്. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ OR കേളു, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയാകാമെന്ന് പ്രതികരിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ അളന്നു തൂക്കിയുള്ള വിമർശനം വളരെ പ്രധാനമാണ്. ഇത്തരമൊരു സമീപനം നിയമസഭയിൽ എടുക്കുന്നു പ്രതിപക്ഷം, പക്ഷേ പാർലമെന്റിൽ ഇത്തരമൊരു സമീപനമേ ഉണ്ടായില്ല എന്ന് പറയുന്നതിന്റെ മുന ആർക്കു നേരെയാണ്?
അതുറപ്പായി നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വാഭാവികമായും കോൺഗ്രസിനെ അക്കാര്യത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ നിലപാടിനെ വിമർശിച്ച പ്രതിപക്ഷത്തിന്റെ നിലപാടിനും നന്ദി എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രത്തെ എതിർക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നയങ്ങളെ കൃത്യമായി എതിർക്കുക, അത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയൊരളവിൽ കാരണമായി എന്ന് പറയുമ്പോൾ കൂടി അത് കോൺഗ്രസിന്റെ അക്കാര്യത്തിൽ നിലപാടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങൾ, അതിവിടെ മാത്രമല്ല പാർലമെന്റിലടക്കം കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങളെ അതിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരേ നിലപാടിൽ തന്നെ ഇരു കൂട്ടരെയും വിമർശിക്കാം, അതല്ലെങ്കിൽ അത് സഭാതലത്തിൽ കൊണ്ടുവന്ന് സ്വാഭാവികമായും ജനങ്ങൾക്ക് മുൻപിലേക്ക് തുറന്നു കാട്ടാം എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മറ്റൊരു ആലോചനയില്ലാതെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്നുള്ള കാര്യം അത് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിന്റെ ഗൗരവം വരുന്നത് സ്വാഭാവികമായും 8-ാം തീയതിയിലെ ഡൽഹി സമരത്തിനപ്പുറത്തേക്ക് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ബജറ്റുകൾ വരികയാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ബജറ്റ് എന്ന നിലയിൽ അക്കാര്യത്തിൽ ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് വീണ്ടും സംസ്ഥാനത്ത് ധനപ്രതിസന്ധിക്കടക്കം വഴിവെക്കാമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്നുള്ള കാര്യം ബജറ്റിന് മുൻപേ അവതരിപ്പിക്കുക, അതല്ലെങ്കിൽ ബജറ്റിന് മുൻപേ ചർച്ചയാക്കുക, അത് പൊതുജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരിക, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് മറുപടി നൽകുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ഈ കിട്ടിയ വിഷയത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷത്തെ കാര്യമായി ക്രോസ് ചെയ്യാൻ എന്തെങ്കിലും ഉള്ളത്. മാത്രമല്ല മുന്നണിക്കുള്ളിൽ UDF-നുള്ളിൽ കോൺഗ്രസ് ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ അതൊരു രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഈ നിലപാടിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മുൻപ് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന്റെ അടക്കം അക്കാര്യത്തിലെ നിലപാട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ചില ദേശീയ നേതാക്കളടക്കം P. ചിദംബരം അടക്കമുള്ള ആളുകളുടെ നിലപാടുകളെ കൃത്യമായ അക്കാര്യത്തിൽ ഊന്നിപ്പറയും. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിക്കും. അങ്ങനെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചു. ആ നോട്ടീസിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തു. 1 മണി മുതൽ 3 മണി വരെ 2 മണിക്കൂർ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യും. ഷഫീദ് റാവുത്തറാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.